കഴിഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങളുടെ ഒരു വലിയ ഈ ലാൻഡ് മാർക്കിംഗ് നല്ലൊരു പ്രോജക്റ്റാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ സ്കൂൾസ് ഞങ്ങൾക്കുള്ള ഒരു 47 നമ്പറുണ്ട്. ആ സ്കൂളിലൊക്കെ തന്നെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി സ്കൂൾ ബസ് വാങ്ങിച്ചു കൊടുത്തു. കിഡ്സ് പാർക്ക് ഇത്തവണ ബാക്കി എല്ലാ സ്കൂളിലും കിഡ്സ് പാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഈ പൊതുവിദ്യാലയങ്ങൾ ഒട്ടും എക്കണോമിക് അല്ല എന്നൊരു വലിയ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പൊതുവിദ്യാലയങ്ങൾ എക്കണോമിക് ഒന്നുള്ളതല്ല ഞങ്ങളുടെ കൺസെപ്റ്റ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ആയിരിക്കണം എന്നുള്ള വെച്ചിട്ട് അവിടെ മനോഹരമാക്കാനും പിന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ഈ SSLC എക്സാമിനേഷൻ പഠന സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ കഴിഞ്ഞ അവാർഡ് കിട്ടിയപ്പോൾ അല്ല, അതിന് ശേഷം സ്റ്റുഡൻറ്റ് ഡോക്ടർ എന്ന് പറഞ്ഞൊരു പദ്ധതി കുട്ടികളിൽ നിന്ന് തന്നെ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഫിസിഷ്യൻ എന്ന രൂപത്തിലേക്കല്ല, അവരെ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി എന്നാൽ ഹെൽത്ത് ടിപ്സ് ഒക്കെ കൊടുക്കാൻ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എനിക്ക് ഞങ്ങൾ മറ്റ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്ത ഞങ്ങൾ ഇടുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷി തന്നെയാണ്. കാർഷിക മേഖലയ്ക്ക് മുൻഗണനയില്ലാതെ ആലപ്പുഴ ഇല്ല. ഒരുപാട് നൂതന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതായത് ഇപ്പം വെള്ളപ്പൊക്കം, വെള്ളക്കെട്ടുകൾ നിൽക്കുന്നത് നമ്മൾ ഒരു തിരിച്ചറിവില്ലാതെ നമ്മൾ നികത്തൽ ഇതിലേക്ക് വന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത്. പദ്ധതിയോടൊപ്പം നല്ല ക്യാമ്പയിനും ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട് ഡിസ്ട്രിക്ട് ലെവൽ ഫുള്ള്. പിന്നെ വിമൺ എംപവർമെൻറ്റിന് വേണ്ടി വലിയൊരു പ്രോജക്റ്റ് എടുത്ത് ഒരുപാട് അഭ്യൂഹങ്ങൾക്കും വിഷമങ്ങൾക്കും എനിക്കിടയായെങ്കിൽ പോലും ആ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് എവർഗ്രീൻ പദ്ധതി എന്ന് പറയാൻ കഴിയില്ല. ജെൻഡർ പാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ സെൻറ്റർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് അതിനൊരു അസറ്റായി ആലപ്പുഴ ജില്ലയിലെ സ്ത്രീകൾക്ക് വേണ്ടി ആലപ്പുഴയിൽ 60 സെൻറ്റ്സ് ലാൻഡും ഒരു 4500-4200 സ്ക്വയർ ഫീറ്റ് 2 ബിൽഡിങ്ങും ഞങ്ങളുടെ കയ്യിലായി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അസറ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നാളെ ഈ ജില്ലയിലെ ആവശ്യത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അവിടേക്ക് വരാൻ കഴിയുന്ന ഒരു വലിയ എന്താ പറയണ്ടേ പ്രോജക്റ്റ് തന്നെ. ലൈബ്രറി, റീഡിംഗ് റൂം, പിന്നെ യോഗ സെൻറ്റർ, ഒരു നല്ല ഒരു റെസ്റ്റോറൻറ്റ്, വനിതകൾ തന്നെ കുക്ക് ചെയ്ത് വനിതകൾ തന്നെ മാനേജ് ചെയ്യുന്ന നല്ല റെസ്റ്റോറൻറ്റ്, പിന്നെ ആ രൂപത്തിലൊരു നല്ല സെൻറ്റർ, ഒരു കൾച്ചറൽ സെൻറ്റർ എന്ന രൂപത്തിലൊക്കെ കൊണ്ടുവരാം. ഇതൊക്കെ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് മാത്രം ആവശ്യപ്പെടാൻ പറ്റുന്ന പറഞ്ഞു. തീർച്ചയായിട്ടും അതിനൊക്കെ തന്നിട്ടുള്ളൊരു അംഗീകാരമാണെന്നുള്ളത് തീർച്ചയായിട്ടും ഇതാണ് സുരാജ് ട്രോഫി. ഒരുപാട് സന്തോഷം കിട്ടിയ ഒരു സമയമാണ്. ഈ വർഷത്തെ പ്രോജക്റ്റ് എങ്ങനെയായിരിക്കും? ഈ വർഷം ഒരുപാട് പുതിയ പദ്ധതികളുണ്ട്. എനിക്ക് 2012-13 ഒട്ടും നല്ല വർഷമായിരുന്നില്ല. കാരണം ഇത് ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, നേരത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് കൂടെ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. തുറന്ന് പറയാതിരിക്കാനും പറ്റില്ല. കാരണം 67%, 100% എക്സ്പെൻഡിച്ചർ ചെയ്ത് അവാർഡ് കിട്ടിയ ജില്ലാ പഞ്ചായത്തിന് 67ലേക്ക് പോകേണ്ടി വന്നു. അത് ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഭരണസമിതിയും പ്ലസ് ഉദ്യോഗസ്ഥരും ചേരുമ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ ഞങ്ങൾക്ക് 100% എന്ന ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. അങ്ങനെ ഒരു ബാഡ് ഇംപ്രഷൻ ഞങ്ങളുടെ പഞ്ചായത്തിന് കഴിഞ്ഞ അവിടെ വന്നു എന്നുള്ളത് എനിക്ക് വളരെ വേദനാജനകമായ കാര്യമാണ്. പക്ഷെ അതിനെയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് വളരെ നല്ല പദ്ധതികളുമായിട്ട് ഈ വർഷം ഞങ്ങൾ പോവുകയാണ്. ഒത്തിരി നല്ല പദ്ധതിയുണ്ട്. ഒരു ജൂലൈ 5-6 ഫുള്ളായിട്ടത് പുറത്ത് വരും. ഓക്കെ.